ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദിരേട്ടൻ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന ആ ഷോപ്പിന്റെ കാര്യം അവതാളത്തിലാവും. അത് ഏട്ടത്തിന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചാലേ ഇന്ദിരേട്ടൻ അത് സ്വന്തമായി എന്ന് പറയാൻ പറ്റൂ. അതെ ഇന്ദിരേട്ടാ, അത് എത്രയും വേഗം ചെയ്യണം. ആന്റി കാശ് കൊടുക്കാതെ കട കിട്ടുമെന്നൊക്കെ പറയും, അതൊന്നും പ്രായോഗികമല്ല. ഇന്ദിരേട്ടൻ ദാസ് സാറിനെ അനുചേച്ചിയും കണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തണം. ദാസങ്ങള് അനുപമയായിട്ട് സംസാരിച്ച് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നൊക്കെ അമ്മ പറയുന്നത്. ഇന്നോ നാളെയോ അദ്ദേഹത്തെ പോയി കാണണമെന്നാ അമ്മ പറയുന്നത്. അമ്മ ഒരിക്കൽ ഇടപെട്ടതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെയായത്. അല്ലെങ്കിൽ അന്ന് 25 ലക്ഷം രൂപ ഏടത്തേക്ക് കൊടുത്ത് ആ ഷോപ്പ് ഇപ്പൊ ഏട്ടന് സ്വന്തമായേനെ. അമ്മയ്ക്ക് പല തിരക്കുകളും കാണും. അതിന്റെയൊക്കെ പുറകെ ഏട്ടന് പോകാൻ തുടങ്ങിയ ആ ഷോപ്പ് കൈവിട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ലടാ, അമ്മയോട് ഞാനത് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പോവാ. മകളും മരുമോളും ഒക്കെയുള്ള വീടാ. പക്ഷെ കാലത്തുള്ള ചായ കുടിക്കണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറണം. പിടിക്ക്, വേഗം കുടിക്ക്. ഹർഷയുടെ വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു ടെൻഷൻ. അമ്മയുടെ മകളും മരുമകളും പ്രസവിക്കാൻ കിടന്നപ്പോ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ ഒന്നും കണ്ടില്ലല്ലോ. അവരുടെ ഇത് സുഖപ്രസവം ആയിരുന്നില്ലടാ, ഇത് സിസേറിയനാ. ഹർഷയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അമ്മയെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞാനതൊരു ഷോപ്പിലേക്ക് പോകും. അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തരുത്. ഓ, നീ പറയുന്നത് കേട്ടാ ഞാനാണ് നിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയെന്ന് തോന്നുമല്ലോ. ലേബർ റൂമിലേക്ക് പോകും മുമ്പ് ഹർഷയ്ക്ക് നിന്നെ കാണണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടല്ലേ നീ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയത്. ഇനി ഏതായാലും ഹർഷ പ്രസവിച്ച് അവളുടെ കുഞ്ഞിനെ കൂടി കണ്ടിട്ട് നീ കടയിലേക്ക് പോയാൽ മതി. ഓ അമ്മേ, ഏട്ടൻ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്നത് ശരിയല്ല കേട്ടോ. കണ്ടവളുമാരുടെ പ്രസവത്തിന് കാവലിരിക്കാതെ ഏട്ടന്റെ ഷോപ്പിന്റെ കാര്യത്തിൽ അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഓ, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ നോക്കുന്നുണ്ട് സത്യ. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്ന ദാസാറിന്റെ വീട്ടിലേക്കാ. ഒരു ചില്ലി കാശിന്റെ ചെലവില്ലാതെ ആ ഷോപ്പ് ഇന്ദ്രന്റെ പേരിൽ എഴുതി വാങ്ങിക്കുന്ന നീ കണ്ടോ? ഇന്ദ്ര, നീ ചായ കുടിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്ക്, പോവാം. എടാ, ഇന്നുകൂടെ നോക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ആ, ഹർഷയുടെ ഡെലിവറി ഇന്ന് തന്നെ കാണുമായിരിക്കും അല്ലേ? ഇന്ദ്ര, പോവാം. സാറേ, ഇവരിതെന്തൊക്കെയാ കാണിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അകത്ത് കയറ്റിയതാ. എന്നിട്ടത് രാവിലത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത്രയും സമയമായി, ഇതുവരെ ഒരു വിവരവും ഇല്ല. കുഞ്ഞമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് പറയുന്നല്ലേ നമുക്കറിയൂ. അവരാണെങ്കി ഒന്നും പറയുന്നുമില്ലല്ലോ. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കാത്തിരിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇനി വന്നിട്ട് ഉച്ച കഴിയൊന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. കുഞ്ഞമ്മേ, എന്തായി രവി? എന്താകാൻ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അത്ര തന്നെ. അല്ല, രാവിലെ സിസേറിയൻ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? അതെ, അവരങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഒന്നും ആയ ലക്ഷണമില്ല. ചിലപ്പോ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് താമസിക്കുന്നതാവും.